റിപ്പോർട്ട് ബ്രേക്കിംഗ്. UDF സർക്കാർ പുതിയതായി രൂപീകരിച്ച വയോജന വകുപ്പിന്റെ നടപടികളിൽ മെല്ലെപ്പോക്ക്. ഡയറക്ടറേറ്റുകളും ജില്ലാതല ഓഫീസുകളും ഇതുവരെ രൂപീകരിച്ചിട്ടില്ല. ഇന്നലെയാണ് CR രാജേഷിന് അഡീഷണൽ സെക്രട്ടറിയായി ചുമതല നൽകിയത്. ഡയറക്ടറേറ്റ് രൂപീകരിക്കാനുള്ള കരട് റിപ്പോർട്ടിൽ ഒരു മാസമായി നടപടിയെടുത്തിട്ടില്ല. വകുപ്പിന് കീഴിൽ വരുന്ന പദ്ധതികളുടെ ആസൂത്രണവും ഇതോടെ മുടങ്ങിയിരിക്കുകയാണ്. VS രഞ്ജിത്ത് ഉണ്ട് വിശദാംശങ്ങൾ നൽകാൻ. VS രഞ്ജിത്ത്, തുടക്കം ഈ സർക്കാർ പുതുതായി രൂപീകരിച്ച സമയത്ത് വന്നപ്പോൾ കൊട്ടിയാഘോഷിച്ചു വന്ന കാര്യങ്ങളിൽ ഒന്ന് ഇതായിരുന്നു, വയോജന വകുപ്പ്. ഇതിൽ എന്താണിപ്പോൾ മെല്ലെപ്പോക്കിന് കാരണമാകുന്നതെന്നാണ് മനസ്സിലാക്കുന്നത്? ശ്രുതി, UDFന്റെ പ്രകടന പത്രികയിൽ ഏറ്റവും ഗ്ലാമറസ് ആയ ഒരു പദ്ധതിയായിരുന്നു ഈ വയോജന വകുപ്പിന്റെ രൂപീകരണം എന്ന് പറയുന്നത്. UDF സർക്കാർ അധികാരത്തിലേറ്റ ശേഷം ആദ്യമായി പ്രഖ്യാപിച്ചതും വയോജന വകുപ്പായിരുന്നു. പക്ഷേ 2 മാസം കഴിഞ്ഞിട്ടും വയോജന വകുപ്പിന്റെ രൂപീകരണവുമായി ബന്ധപ്പെട്ട് പ്രധാനപ്പെട്ട തീരുമാനങ്ങളിലേക്ക് സർക്കാർ എത്തിയിട്ടില്ല എന്നുള്ളതാണ്. ഇതിന്റെ സെക്രട്ടറി ചാർജായി രത്തൻ കേൽക്കരെ ചുമതലപ്പെടുത്തിയിരുന്നെങ്കിലും ഇന്നലെയാണ് അതിന്റെ അഡീഷണൽ സെക്രട്ടറിയായി GR രാജേഷിനെ ചുമതലപ്പെടുത്തിയത്. പക്ഷേ ഇതിന്റെ പ്രധാനപ്പെട്ട നടപടി എന്ന് പറയുന്ന ഒരു ഡയറക്ടറേറ്റ് രൂപീകരിക്കുകയും അവിടെ ഉദ്യോഗസ്ഥരെ നിയമിക്കുകയും അതോടൊപ്പം ജില്ലാ തലങ്ങളിൽ ഓഫീസുകൾ തുറക്കുകയും ഇതിന്റെ പദ്ധതികൾ ഏകോപിപ്പിക്കുകയും ആസൂത്രണം ചെയ്യുകയുമാണ്. ഡയറക്ടറേറ്റ് രൂപീകരിച്ചാൽ മാത്രമേ വയോജന വകുപ്പിന് കീഴിൽ ഏതെല്ലാം പദ്ധതികൾ വരും. ഇപ്പോൾ വയോജന പെൻഷൻ അത് തദ്ദേശ വകുപ്പിന് കീഴിലാണ്. അതോടൊപ്പം തന്നെ വയോമിത്ര പോലുള്ള പരിപാടികളുണ്ട്. ആരോഗ്യ വകുപ്പിന് കീഴിൽ പദ്ധതികളുണ്ട്. വിവിധ വകുപ്പുകൾക്ക് കീഴിൽ വയോജനങ്ങളുമായി ബന്ധപ്പെട്ടുള്ള പദ്ധതികൾ ഏകോപിപ്പിച്ച് ഒരു വകുപ്പിന് കീഴിലേക്ക് മാറ്റേണ്ടതുണ്ട്. അതുമാത്രവുമല്ല, ഈ വയോജന വകുപ്പ് പ്രഖ്യാപിക്കുമ്പോൾ കൂടുതൽ പദ്ധതികളും നയങ്ങളും രൂപീകരിക്കണം. ഒരു വയോജന നയം രൂപീകരിക്കേണ്ടതുണ്ട്. ഇതിനൊക്കെ ഒരു ഡയറക്ടറേറ്റ് ആവശ്യമാണ്. ഈ ഡയറക്ടറേറ്റ് രൂപീകരിക്കാൻ ആവശ്യമായിട്ടുള്ളൊരു പ്രപ്പോസൽ സംസ്ഥാന സർക്കാരിന് സാമൂഹ്യനീതി വകുപ്പ് സമർപ്പിച്ചിരുന്നു. ആ ഒരു പ്രപ്പോസലിന് മുകളിൽ ഒരു തരത്തിലുള്ള തീരുമാനം എടുത്തിട്ടില്ല. ഇപ്പോഴും സാമൂഹ്യനീതി വകുപ്പ് തന്നെയാണ് വയോജനങ്ങളുടെ ക്ഷേമ പെൻഷൻ ഉൾപ്പെടെ അതിന്റെ കാര്യങ്ങളുമായി മുന്നോട്ട് പോകുന്നത്. വയോജന വകുപ്പിന്റെ രൂപീകരണത്തിന് ഇപ്പോൾ ഒരു അഡീഷണൽ സെക്രട്ടറിയെ ഇന്നലെ നിയമിച്ചിട്ടുണ്ട്. ശരി, VS രഞ്ജിത്താണ് വിശദാംശങ്ങൾ നൽകിയത്.